ചങ്ങലം വരണ്ട. ഈ ചങ്ങലം വരണ്ട കൊണ്ട് നമുക്ക് അടിപൊളി കറി വെക്കാൻ പറ്റും. ഇഞ്ചിക്കറി പോലെ കറി വെക്കാം. അതിന് നമ്മൾ ഈ ചങ്ങലം വരണ്ട എടുത്തിട്ട് ഇതിൻ്റെ വൈരം മാത്രം ശാലം കളഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചങ്ങലം വരണ്ട വൈരം കളഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതിന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകണം. കഴുകുന്ന പറഞ്ഞാൽ കൈ വെള്ളത്തിലിട്ടേച്ച് ഒലച്ച് കഴുകരുത്. കൈ ചൊറിയും. ചെറുതായിട്ട് പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ച് പതിയെ ഒന്ന് കഴുകിയാൽ മതി. അധികം അഴുക്കൊന്നും കാണിക്കില്ല. കാരണം നമ്മൾ ഇത് പൊക്കത്തിലില്ല, വള്ളിയായിട്ട് വലിയുന്നതാണ്. വെള്ളത്തിലിട്ട് കഴിയുന്ന ചൊറിയും. അതിൻ്റെ ഈ വൈരം എല്ലാം ഞാൻ കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് ഇത്രയും വേസ്റ്റ് ഉണ്ടാവും. ചങ്ങലം വരണ്ട ചെറുതായിട്ട് അരിഞ്ഞത് വഴറ്റുന്നു. നന്നായിട്ട് വറക്കണം. ഉപ്പിട്ട് ചങ്ങലം വരണ്ട ഒരു പകുതി മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇഞ്ചി ഇട്ടാൽ മതി. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് തരണം. ഇഞ്ചിക്ക് അത്രയും മൂപ്പില്ല. ഇല്ലെങ്കിൽ രണ്ടും രണ്ടായിട്ട് വറുത്ത് പോരാം. നന്നായിട്ട് മൊരിയണം. മൊരിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിക്കണം. ഇത്രയും മൊരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോരി പൊടിക്കണം. ഈ വറുത്ത് വരുന്ന എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് കുറച്ച് ഉള്ളി വറക്കാം. കടുക് പൊട്ടിക്കുകയും ഉള്ളി വറക്കുന്നു. ഉള്ളി നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഉള്ളിനെ ഇടുന്നത് ഒന്നുകൂടെ നമുക്ക് ടേസ്റ്റാണ്. ഒത്തിരി നാൾ ഇരിക്കുകയെന്നേ ഉള്ളൂ. ഇത് ഉള്ളി ഇല്ലാതെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറേ നാളിരുന്നോളും. ഒരു 1-2 ആഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് കൂട്ടാം. ഇഞ്ചിക്കറി പോലെ തന്നെ കൂട്ടാം. വറുത്ത് കോരി എണ്ണയ്ക്കകത്തിട്ട് കടുക് പൊട്ടിക്കാം. ഉള്ളി മൂത്ത് കഴിഞ്ഞ് മുളക് പൊടി ഇടുക. ഇനി വാളംപുളി പിഴിഞ്ഞ് ഒഴിക്കണം. വാളംപുളി പിഴിഞ്ഞ് വെച്ച് ശർക്കരയും കഴിഞ്ഞിട്ട് നമ്മൾ ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്നതും കൂടെ പൊടിച്ച് ചേർത്താൽ മതി. അപ്പം അടിപൊളി കറിയാവും. മുളക് പൊടി നന്നായിട്ട് മൂത്ത് വരണം. ഇഞ്ചിക്കറി വെക്കുന്ന അതേ രീതിയിൽ തന്നെ വെക്കണം. പൊടിച്ചു വെച്ച ചങ്ങലം വരണ്ട ഇഞ്ചി ഇട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റണം. നന്നായിട്ട് വറുത്ത് പൊടിച്ചതാണ്. ഇനി പുളി വാളംപുളി പിഴിഞ്ഞാൽ മതി. വാളംപുളി പിഴിഞ്ഞ് ശർക്കര അങ്ങനെ ഇടണം. ഈ വാളംപുളി കുറച്ച് വെള്ളമോടെ ചേർക്കാം. പറ്റണം. ശർക്കര, കുറച്ച് ശർക്കര അതുകൂടെ ഒന്ന് കിടന്ന് ഉരുകി കുറുകി വരണം. കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. ആദ്യം ഉപ്പ് ചേർത്താണ് നമ്മൾ വഴറ്റിയത്. അത് വറക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തായിരുന്നു. ഇനി ഇച്ചിരി കൂടെ ഉപ്പിട്ടാൽ മതി. ഇതിനൂടെ ഒന്ന് വെന്ത് കുറുകുമ്പം വാങ്ങി വെക്കാം.